ഹലോ എവരിവൺ, വെൽക്കം ടു എഞ്ചിനീയേഴ്സ് ചോയ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കേരളത്തിലെ 130, 125 തോന്നുന്നു എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച 50 എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET, തീർച്ചയായും അവരായിരിക്കും ഒന്നാം റാങ്ക് കിട്ടുക. പിന്നീട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ രണ്ടാം റാങ്ക്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം മൂന്നാം റാങ്ക്, രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓട്ടോണമസ് കോളേജാണ് ഫോർത്ത് റാങ്കിലേക്ക് വന്നു. MA കോളേജ് കോതമംഗലം അഞ്ചാം റാങ്ക്. പിന്നീട് വന്നിരിക്കുന്ന സെയിൻറ്റ് ഗേറ്റ്സ് കോളേജ്, NSS കോളേജ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അമൽജ്യോതി കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ്, അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന് 12ാം റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിന് കിട്ടിയിരിക്കുന്ന 16ാം റാങ്കാണ്. അതിനുശേഷം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് 27ാം റാങ്ക്, കോഴിക്കോടിന് 16ാം റാങ്ക്. നമ്മളൊന്ന് എടുത്തതാണല്ലേ, ഓക്കെ ഫൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ റാങ്കിങ് ആദ്യത്തെ 50 വരെ പോയിട്ടുള്ളത്. ഞാനിത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ കീമിൻ്റെ ഇതൊക്കെ വന്നു. നിങ്ങൾ അഡ്മിഷന് ഓപ്ഷൻ എൻട്രി നടത്തുന്ന സമയത്ത് KIRF റാങ്കിങ് വെച്ചിട്ട് തന്നെ കോളേജ് വെക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതിൽ കാണാനില്ല. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരവും തൃശ്ശൂറും ഒക്കെ അതിനോടൊക്കെ ഒപ്പം കിടപിടിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലെ പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ കാണാം. ആദ്യത്തെ 1000 റാങ്കിലുള്ളവരൊക്കെ മാത്രമേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എടുത്തിട്ടുള്ളൂ. അത്രയും മികച്ച ഫാക്കൽറ്റീസും മികച്ച അധ്യാപകരും മികച്ച സ്റ്റുഡൻസും മികച്ച പ്ലേസ്മെൻറ്റുകളും ഒക്കെ വരുന്ന ഒരു കോളേജ് ഈ ആദ്യത്തെ 50 റാങ്കിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KIRF റാങ്കിങ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. RIT കോട്ടയം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതിൽ KIRF റാങ്കിങ്ങിൽ വന്നിട്ടില്ല. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ടില്ല. അതിനുശേഷം പിന്നെ ഏതാണ്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ടില്ല. പിന്നെ ഏറ്റവും മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ഇതിനേക്കാളും മുകളിൽ വന്നിരിക്കുന്ന കോളേജുകൾ നിങ്ങൾ നോക്കിയേ. മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോഴിക്കോട്, SCMS കോളേജ്, കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, ടോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാർ ബസേലിയസ് കോളേജ്, KMEA എഞ്ചിനീയറിംഗ് കോളേജ്. മുത്തൂറ്റിനേക്കാളും മുകളിൽ വരേണ്ട കോളേജുകളാണ് ഇതൊക്കെയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഫിസാറ്റ് കഴിഞ്ഞിട്ട് മുത്തൂറ്റാണ് വരേണ്ടത്. അതിനുശേഷം അവർ കൊടുത്തിരിക്കുന്നത് അമൽജ്യോതിയും സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലയും രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെയാണ്. ഈ ആദ്യത്തെ 50 റാങ്കുകൾ നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ പല കോളേജസും ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയുള്ള കോളേജസ് ഉണ്ടോ എന്ന് ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. KIRF റാങ്കിങ് പ്രകാരം നിങ്ങൾ ഓപ്ഷൻ എൻട്രി നടത്തണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ കഴിയുന്നില്ല, RIT കോട്ടയം കാണാൻ കഴിയുന്നില്ല, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ കഴിയുന്നില്ല, ചെങ്ങന്നൂർ IHRD കാണാൻ കഴിയുന്നില്ല. ഏറ്റവും മികച്ച കോളേജായുള്ള മുത്തൂറ്റ് താഴെ പോയി കിടക്കുകയാണ്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ താഴെ കിടക്കുന്നു. എന്താണ് ഇതിൻ്റെ അവസ്ഥ? പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന്. ഇടുക്കി കോളേജൊക്കെ ഉണ്ട്. ഇടുക്കി കോളേജിന് കിട്ടിയിരിക്കുന്ന 40ാം റാങ്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പല കോളേജസും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല KIRF റാങ്കിങ്ങിൻ്റെ 1 മുതൽ 50 വരെ റാങ്കിങ്ങിൽ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KIRF റാങ്കിങ് തയ്യാറാക്കിയത് എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഒരു ട്രെൻഡുണ്ട് നമുക്ക്. ഏതാണ് ട്രെൻഡ്? CET, GC തൃശ്ശൂർ ഓർ TKM കൊല്ലം. അത് നിങ്ങൾ 2ലോ 3ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാലും കുഴപ്പമില്ല. പിന്നീട് വരുന്ന RIT ഓർ MA കോളേജ്, അതും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നീട് ബാർട്ടൺ ഹില്ലും അതിൻ്റോടൊപ്പം തന്നെ വരും കേട്ടോ.
ആ ഒരു ഓർഡറിൽ ഇങ്ങനെ താഴേക്ക് പോകുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ രീതിയിൽ പോകുന്ന ഓർഡറുകളുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആൾക്കാർക്ക് CET കുഴപ്പമില്ല, GC തൃശ്ശൂർ, പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് TKM രാജഗിരി നല്ലൊരു കോളേജാണ്, ഒന്നും പറയാനില്ല. അതൊക്കെ 4ാം റാങ്കിൽ വന്നതിൽ നമുക്കൊന്നും പറയാനില്ല, നല്ല ബെറ്റർ കോളേജ് തന്നെയാണ്. പക്ഷേ പല കോളേജസും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ KIRF റാങ്കിങ് പ്രകാരം നിങ്ങളുടെ ഓപ്ഷൻ എൻട്രി നടത്താതിരിക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഓപ്ഷൻ എൻട്രി നടത്തുക. പല കോളേജസിൻ്റെയും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യവും പാസ് പെർസെൻറ്റേജും ഒക്കെ പാസ് പെർസെൻറ്റേജൊക്കെ ഈ അടുത്ത കാലത്തിന് വരും. റിസൾട്ടൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏത് കോളേജാണ് ഈ KIRF റാങ്കിങ്ങിൽ ഈ ആദ്യത്തെ 50 വന്നവരൊക്കെ എത്ര റാങ്കിലാണ് ഈ പാസ് പെർസെൻറ്റേജിലൊക്കെ കിടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കഴിഞ്ഞ വർഷത്തെ പാസ് പെർസെൻറ്റേജിൽ ഏതാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും മുമ്പിൽ നിന്ന കോളേജാണ്. ആ കോളേജിനെ പോലും ആദ്യത്തെ 50 ഉൾപ്പെടുത്തിയിട്ടില്ല. തൃശ്ശൂരിനേക്കാളും മുൻപിലായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സംശയമുള്ളവർക്ക് പോയി നോക്കാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വളരെ RIT ഒക്കെ എത്രയായിരുന്നു, 3ാം റാങ്ക് ആയിരുന്നു എന്ന് തോന്നുന്നു ഇത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലൊക്കെ. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഈ 3 മോഡലും RITയും കണ്ണൂറും ഒന്നും ഒട്ടും മോശമല്ല, അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചെങ്ങന്നൂറൊക്കെ കമ്പ്യൂട്ടർ സയൻസിനും ECക്കൊക്കെ വളരെ മികച്ചൊരു കോളേജാണ് IHRDയുടെ, അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഈ വർഷത്തെ പ്ലേസ്മെൻറ്റിൻ്റെ റിവ്യൂസും പാസ് പെർസെൻറ്റേജൊക്കെ ഇനിയും വരാനിരിപ്പുണ്ട്. അതും KIRF റാങ്കിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് കാണാം. ഈ ആദ്യത്തെ 10ലും 50ലും ഒക്കെ വന്നിട്ടുള്ള കോളേജസൊക്കെ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഓക്കെ, ഇവരൊക്കെ ഈ ബാക്കിയുള്ള പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും പാസ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലുമൊക്കെ ഈ ഒരു റാങ്കിങ് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ KIRF റാങ്കിങ്ങിൻ്റെ രീതിയിൽ നിങ്ങൾ വെക്കരുത്. ഇനിയും നമുക്കൊരുപാട് ഡീറ്റെയിൽസ് വരാനുണ്ട്. 2025 പ്ലേസ്മെൻറ്റ് റിവ്യൂസൊക്കെ കോളേജുകളുടെ സൈറ്റിൽ അവർ അപ്ലോഡാക്കും. അതേപോലെ തന്നെ പാസ് പെർസെൻറ്റേജിൻ്റെയൊക്കെ ഈ അടുത്ത കാലത്തിന് വരാനിരിക്കുന്നുണ്ട്, റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2024 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോക്കാം. അതിലൊന്നും ഇല്ലാത്ത കോളേജസാണ് ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ കയറി വന്നിരിക്കുന്നത്. സോ ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.